അൻസാരി സുഹരി ഉസ്താദിനെ പറഞ്ഞതിനുള്ള മറുപടിയല്ല ഇത്. കാരണം എന്നെക്കാളും വ്യക്തമായി പെർഫെക്റ്റായി അദ്ദേഹം തന്നെ അത് കൊടുത്തോളും. എനിക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, ബാക്കി പറയാം. താൻ സെന്റ് ഫ്രാൻസിസ്കോയിലല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഇനി താനെങ്ങാനും സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചെങ്കിൽ സെന്റ് ഫ്രാൻസിസ്കോയിലെ ഡൗൺ ടൗണിലെ ഈ നമ്മുടെ ബിലാലുൽ മുഅദ്ദിന്റെ, ഞാൻ പറഞ്ഞ വർഗീയതയായി പോകും അതുകൊണ്ട് അത് പറയുന്നില്ല, ബിലാലുൽ മുഅദ്ദിന്റെ കൗമുണ്ട് അവിടെ. അത് നിങ്ങളെപ്പോലെ ഇരിക്കും കണ്ടാൽ. അവർക്ക് നിരന്തരം കഞ്ചാവ് വേട്ടയും അല്ലെ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ കൊക്കൈനും പിന്നെ ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു കൗമുണ്ട്. ഒരു കൗമ് ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട് താങ്കളെ കണ്ടാൽ. മോശം 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 മോശം. ആദർശപരമായി സംവദിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കളർ വെച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളൊരു വിഭാഗത്തെ മുഴുവനാണ് ആക്ഷേപിച്ചത്, മറക്കണ്ട. ഒരു മനുഷ്യന്റെ കളറിലേക്കല്ല നോക്കേണ്ടത്, അയാളുടെ മനസ്സിന്റെ നന്മയിലേക്കാകണം. ഇത് പഴയ സായിപ്പുമാരുടെ സ്വഭാവമാണ് കേട്ടോ. കൊത്തി കൊത്തി മുറത്തിൽ കയറിയാണ് ചേട്ടൻ കൊത്തിയത്, കറുപ്പ് വെച്ച് പുമച്ചത്. ലോകവിശ്വാസികളുടെ നേതാക്കൾപ്പെട്ട പ്രപഞ്ചത്തിൽ ആദ്യത്തെ മുഅദ്ദീനായ മുത്തു റസൂലിന്റെ സേവകനായ ഇസ്ലാമിന് വേണ്ടി ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിലാൽ തങ്ങളെയാണ്. മുസ്ലിങ്ങൾക്ക് അതേറെ കൊള്ളും കേട്ടോ. വ്യക്തിപരമായി പറയേണ്ടത് വ്യക്തിപരമായി പറഞ്ഞേക്കണം. അതിന് പരിശുദ്ധമായ ഇസ്ലാമിനെ വലിച്ചിഴക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ ക്ലിപ്പ് ഒന്ന് കേൾക്ക്. കാഫിറിനോടുള്ള താങ്കളുടെ അറുപ്പും വെറുപ്പും എന്ത് വ്യക്തമായിട്ട് ആ ബോഡി ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? ഇതിന്റെ പേരാണോ വർഗീയത എന്നത്? താനൊന്നും ഈ തലപ്പാവ് നിട്ട് നടക്കാൻ പറ്റിയ ഒരു മൂമിനൊന്നും അല്ല. അൻസാരി സുഹരി എവിടെയാണ് വർഗീയത പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത്? തെറ്റുകണ്ടാൽ അദ്ദേഹം ആരാണെങ്കിലും പറയും, അത് മുസ്ലിം ആണെങ്കിലും ശരി. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരോട് അദ്ദേഹത്തോട് അവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്? മതം വെച്ച് മനുഷ്യരെ തമ്മി തല്ലിപ്പിക്കുന്നവർക്കും ഇസ്ലാമിക വെറുപ്പ് മനസ്സിൽ വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യർക്കിടയിൽ തിന്മകൾ പ്രചരിപ്പിക്കുന്ന മതവർഗീയവാദികൾക്കും അദ്ദേഹം ഒരു ശത്രു തന്നെയായിരിക്കും. അപ്പൊ പിന്നെ ഏറ്റവും നല്ല മാർഗം എന്താ? അദ്ദേഹത്തെ ഒരു വർഗീയവാദിയോ സുഡാപ്പിയോ ആക്കിയാൽ മതിയല്ലോ. ജനങ്ങൾ പിന്നെ അങ്ങ് വെറുക്കുമല്ലോ. എന്റെ പൊന്നു മനുഷ്യന്മാരെ, കേരളത്തിലെ ജനങ്ങളാ, അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് കാര്യം മനസ്സിലാകും. വെറുതെ വിഡ്ഢികളാകാൻ നിൽക്കരുത്.